വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി NIOS SSLC ഇംഗ്ലീഷിലെ 16ാമത്തെ അധ്യായമായിട്ടുള്ള മൈ ഓൺലി ക്രൈ എന്നുള്ള അധ്യായമാണ് നമുക്ക് ഇനി ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മൈ ഓൺലി ക്രൈ എന്നുള്ള അധ്യായം ഒരു പോയമാണ്. ഈ പോയം എഴുതിയിട്ടുള്ളത് ആരാണ്? നമ്മളുടെ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയത്രി കൂടിയാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ പേര് ലൈല ഇബ്രാഹിം സമാൻ എന്ന് പറയുന്ന ഒരു കവിയാണ്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചൈൽഡ് മെന്റാലിറ്റിയിലൊക്കെയാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഓരോ കാഴ്ചപ്പാടുകളും മനുഷ്യനെ കുറിച്ചുള്ള, മനുഷ്യൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കേണ്ടതുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, യു ഓൾ നോ ദാറ്റ് atom bombs were dropped on the two Japanese cities of Hiroshima and നാഗസാക്കി ഇൻ 1945. ഓക്കെ, 1945 നാഗസാക്കിയിലും ഹിരോഷിമയിലും ഒക്കെ ഇട്ടിട്ടുള്ള ആറ്റം ബോംബിനെ കുറിച്ചൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഈ ഓൾസോ നോ ഹൗ മച്ച് ഡിസ്ട്രക്ഷൻ, എത്രമാത്രം തകർച്ചയാണ്, എത്രമാത്രം നാശനഷ്ടങ്ങളാണ് ലോകത്തിനുണ്ടായിട്ടുള്ളത്. ഡെത്ത് ആൻഡ് സിക്നസ് ദിസ് യൂസ് കോസ്ഡ്, ഇത് കാരണമായിട്ട് ഒരുപാട് മാരകമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ജീവന് പൊലിഞ്ഞു പോയിട്ടുണ്ട്, ഒക്കെ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ സിൻസ് ദാറ്റ് ടൈം ദ വേൾഡ് ഹാസ് ബിക്കം എ സ്റ്റോർ ഹൗസ് ഓഫ് എവറി ഡേഞ്ചറസ് വെപ്പൺസ്, ഇത് മുതൽ രാജ്യത്തിലെ പല രാജ്യങ്ങളും പല വെപ്പൺസുകളും സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ടു ബിക്കം മോർ പവർഫുൾ ദാൻ അതർ കൺട്രീസ്, എന്തിനാണ് അങ്ങനെ ചെയ്തു വെക്കുന്നത്? മറ്റു രാജ്യങ്ങളെക്കാൾ കൂടുതൽ പവർഫുൾ ആവാൻ വേണ്ടിയാണ് ഓരോ രാജ്യങ്ങളും മൂല്യമേറിയ ശക്തിയുള്ള പല വെപ്പൺസുകളും പല അണായുധങ്ങളും ശേഖരിച്ചു വെക്കാറുള്ളത്. ഓക്കെ, ആൻഡ് ടു പ്രൊട്ടക്ട് ഇറ്റ് സെൽഫ് ഫ്രം അതർ കൺട്രീസ്, മാത്രമല്ല അവര് മറ്റുള്ള രാജ്യങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും തടയാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെയുള്ള വെപ്പൺസ് ഒക്കെ എടുത്തു വെക്കാറുള്ളത്. ഓക്കെ, each countries buying or building more and more destructive weapons, വളരെ വിനാശകാരിയായിട്ടുള്ള വെപ്പൺസുകളൊക്കെ കൂടുതൽ നിർമ്മിക്കുകയും കൂടുതൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. Do the adults not know the dangers of building and collecting huge amounts of arms and ammunition? ഇത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് അഡൽട്സിന് മാത്രമല്ല. ഡു ദ നോട്ട് ദാറ്റ് ദീസ് വെപ്പൺസ് ക്യാൻ ഡിസ്ട്രോയ് ദ വേൾഡ് ഇൻ വിച്ച് ദെയർ ചിൽഡ്രൻ വിൽ ലീവ് ടുമോറോ, നാളെ വരാനിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്കും ഒരുപാട് മക്കൾക്കും ഇതുകൊണ്ട് ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഹെർ വി പ്രസന്റ് എ ടച്ചിങ് അപ്പീൽ ഫോർ പീസ് ബൈ ദ ചിൽഡ്രൻ ഓഫ് ദ വേൾഡ്, ലോകത്ത് ഇനി വരാനിരിക്കുന്ന ഒരുപാട് കുട്ടികൾക്കുള്ള സമാധാനപരമായിട്ടുള്ള മനസ്സ് തട്ടുന്ന ഒരു കാര്യമാണ് ഈ ഒരു അധ്യായത്തിലൂടെ, ഈ ഒരു കവിതയിലൂടെ നമ്മളുടെ ലൈല ഇബ്രാഹിം എന്ന് പറയുന്ന കവി വിശദീകരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇതിന്റെ സമ്മറി ഓഫ് ദ പോയം, എന്താണ് ഈ ഒരു പോയത്തിന്റെ സമ്മറി എന്ന് നോക്കാം. ദിസ് പോയം റിഫ്ലക്ട് ടു ചൈൽഡ് പെർസ്പെക്റ്റീവ്, അല്ലെ. ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത് ഒരു കുട്ടി മനസ്സോട് കൂടിയാണ്, അല്ലെ. കുട്ടികളുടെ കാഴ്ചപ്പാട് കൂടിയാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ്. അഡ്രസ്സിങ് ദ അഡൽട്സ് ഓഫ് ദ വേൾഡ്, ലോകത്തുള്ള എല്ലാ അഡൽട്സിനെയും അഡ്രസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. ദ ചൈൽഡ് സ്പീക്സ് ഹോണസ്റ്റ്ലി, അല്ലെ. ഈ ഒരു കുട്ടി വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എക്സ്പ്രസിങ് ദാറ്റ് ദ ക്യാൻ ലൈ ലൈക്ക് അഡൽട്സ്, അഡൽട്സിനെ പോലെ ഒരിക്കലും കുട്ടികൾക്ക് കളവ് പറയാൻ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ദ പോയം ഹൈലൈറ്റ്സ് ദ ഇന്നസെൻസ് ആൻഡ് പ്യൂരിറ്റി ഓഫ് ചിൽഡ്രൻ കൺസ്ട്രെയിങ് ഇറ്റ് വിത്ത് ദ ഡിസ്ട്രക്റ്റീവ് ആക്ഷൻ ഓഫ് അഡൽട്സ്, അല്ലെ. ഇവിടെ ഈ ഒരു പോയം ഹൈലൈറ്റ് ചെയ്യുന്നത് കുട്ടികളുടെ പരിശുദ്ധതയും അവരുടെ നിരപരാധിത്വവും ഒക്കെ എടുത്തു കാണിച്ചുകൊണ്ടാണ്, അല്ലെ. കാരണം ഈ ഒരു കവിത ഇങ്ങനെ എഴുതാൻ തന്നെ കാരണമുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. നാഗസാക്കിയിലും ഹിരോഷിമയിലൊക്കെ ബോംബിട്ടപ്പോ ഒരുപാട് മുതിർന്നവരെക്കാളും കൂടുതൽ ഒരുപാട് ചെറിയ കുട്ടികൾക്കാണ് ഇതുകൊണ്ട് പ്രശ്നം ഉണ്ടായത്. ഒരുപാട് ഒന്നും അറിയാത്ത നിരപരാധികളായിട്ടുള്ള ശുദ്ധരായിട്ടുള്ള ഒരുപാട് കുഞ്ഞു മനസ്സുകൾ അതോടുകൂടി പൊലിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ ആ ഒരു വേദനകളൊക്കെ കടിച്ചമർത്തിക്കൊണ്ടാണ് നമ്മളുടെ കവി ഇങ്ങനെ ഒരു പോയം കൂടി നമുക്ക് എഴുതുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ദ ചൈൽഡ് പ്ലീഡ്സ് ഫോർ അഡൽട്സ് ടു സ്റ്റോപ്പ് ക്രിയേറ്റിംഗ് വെപ്പൺസ്, അല്ലെ. നമ്മളുടെ കുട്ടികള്
വളരെ താഴ്മയോട് അപേക്ഷിക്കുന്നുണ്ട് എന്ത് ടു സ്റ്റോപ്പ് നിർത്താൻ വേണ്ടി ഈ മേക്കിംഗ് അല്ലെ, അതായത് വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കുന്നത് നിർത്തണം, ആരും ക്രമസമാധാനം തകർക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പറയുന്നത് വാഗിങ് വാർ ആൻഡ് ടെല്ലിംഗ് ലൈസ്, കള്ളത്തരങ്ങൾ പറയുകയും യുദ്ധങ്ങൾക്കുള്ള കാഹളം ഒഴുക്കുകയും ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ദ മെസ്സേജ് ഈസ് ക്ലിയർ, വളരെ വ്യക്തമായിട്ടുള്ള മെസ്സേജ് ആണ് നമുക്ക് തരുന്നത്. ദ hope for and a better world lies at hands of adults who must take responsibility and act the integrity. അല്ലെ, രാജ്യത്തിന്റെ സമഗ്രതയും അതുപോലെ തന്നെ ഉത്തരവാദിത്തത്തോടു കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയാണ് ഇവിടെ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ദ ചൈൽഡ് എംഫസൈസസ് ദാറ്റ് പൊളിറ്റിക്കൽ അഫിലിയേഷൻസ് ഡോണ്ട് മാറ്റർ ടു ദം, വാട്ട് മാറ്റർ ഈസ് ലവ് ആൻഡ് പീസ്. ഇവിടെ വിഷയം എന്ന് പറയുന്നത് സമാധാനവും സ്നേഹവുമാണ് വേണ്ടത് അല്ലെ, വിച്ച് ആർ ബീങ് overshadowed by action of adults. The poem calls for a collective of effort to create a powerful world. നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ലോകം പടുത്തുയർത്താൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഫ്രീ ഓഫ് ഫ്രം വയലൻസ് ആൻഡ് ഡിസൈറ്റ് അല്ലെ, നമ്മൾ എന്താവണം, വയലൻസ് ഒക്കെ ഉപേക്ഷിക്കണം, എന്നാലേ നമുക്ക് സമാധാനവും സ്നേഹവും ഒക്കെ പങ്കുവെക്കാൻ കഴിയുകയുള്ളൂ എന്ന് കവി വളരെ വിഷമത്തോടു കൂടി കവിതയിലുടനീളം പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കവിതയിൽ പറയാനുള്ളത്. മാത്രമല്ല ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും പറയാനുണ്ട്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ നോക്കാം. why does the child want to speak to grown up about the harms of factories എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who are the adults deceiving എന്നുള്ളതാണ്. മൂന്നാമത്തെ, why does the child feels helpless, എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികള് കുട്ടികള് ഒരു നിസ്സഹായരായിട്ട് അനുഭവപ്പെടുന്നത് കൊണ്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു അധ്യായത്തിലൂടെ പറയാനുള്ളത്. ഓക്കെ, കൂടുതൽ അറിയുവാനും പഠിക്കുവാനും താല്പര്യമുള്ളവർ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യുക, അഡ്മിഷൻ ഉറപ്പുവരുത്തുക. താങ്ക് യു ടു ഓൾ.